ഒരിക്കലൊരു കാളച്ചന്തയിലേക്ക് കൂട്ടുകാരുമൊത്ത ഒരാൾ നടന്നു വരികയാണ്. എന്നിട്ട് അയാൾ ഉച്ചത്തിൽ ആ ചന്തയിൽ വിളിച്ചു പറയുകയാണ്, എനിക്കൊരു കാളയെ വിൽക്കാനുണ്ട്. വളരെ ശക്തിയുള്ളതും വലിയ 2 കൊമ്പുള്ളതും 4 കയറുകളിട്ട് 4 വശത്തു നിന്നും കെട്ടിയിരിക്കുന്ന ശക്തനായ ഒരു കാള. എന്നിട്ട് അവസാനം പറയുന്നു, ഞാൻ പറഞ്ഞ കാള ക്രിസ്തുവാണ്. ആ പറഞ്ഞത് പൊയ്കയിൽ അപ്പച്ചനായിരുന്നു. പിന്നീട് ബൈബിള് കത്തിച്ചു എന്നതിൻ്റെ പേരിൽ ഒരുപാട് അപഖ്യാതിയൊക്കെ നേരിടേണ്ടി വന്നു. യഥാർത്ഥത്തിൽ അക്ഷരങ്ങളുടെ കുറ്റിയിൽ തളയ്ക്കപ്പെട്ട ക്രിസ്തുവിന് മോചനം കൊടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വചനാത്മകമായ ജീവിതമാണ് നിത്യജീവൻ സ്വായത്തമാക്കാനുള്ള ഒരേയൊരു വഴി. വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവരോടാണ് ഈശോ ഉപമിക്കുന്നത്. പക്ഷെ വചനം കേൾക്കുകയും അതനുസരിച്ച് ഒന്നും തന്നെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ സുവിശേഷം. യേശുവിൻ്റെ വചനത്തോടുള്ള വിധേയത്വമാണ് ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതവും സുസ്ഥിരവുമായ അടിസ്ഥാനം. ഈശോ ആകുന്ന വചനത്തിൽ നമുക്ക് നമ്മുടെ ഭവനവും ജീവിതവും തന്നെ പണിയാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.